കൊണ്ടമ്മ രാജുവിന് പണ്ട് വെങ്കാവധൂതൻ പറഞ്ഞ കാര്യത്തിന് മനസ്സിലൊന്ന് മിന്നി മറഞ്ഞു. ആ സമയത്താണ് ഭഗവാന്റെ ജനനം. അപ്പോൾ അതുവരെ കാണാത്ത ചില നക്ഷത്ര സമൂഹങ്ങളൊക്കെ, അത് ക്രിസ്തുവിൻ്റെ സമയത്തും അതുവരെ കാണാത്ത നക്ഷത്രങ്ങളെയൊക്കെ ആകാശത്ത് കണ്ടു. അത് കണ്ടുകൊണ്ടാണല്ലോ ഇടയന്മാർ വന്നിട്ട് കണ്ടുപിടിച്ചത്. ഈ പൂർണ്ണ അവതാരത്തിന് തൊട്ട് മുമ്പ് തന്നെ, ഈ അവതാരം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വീട്ടിലെ സംഗീതോപകരണങ്ങളൊക്കെ, കാരണം അവർ സംഗീതത്തിലൊക്കെ പ്രഗത്ഭരായിരുന്ന ആൾക്കാരാണ്, എല്ലാ സംഗീതോപകരണങ്ങളും അവർ വീട്ടിലുണ്ട്. അപ്പോൾ ആ സംഗീതോപകരണങ്ങളൊക്കെ ഭഗവാന്റെ അവതാരത്തിന് മുമ്പായി തന്നെ സംഗീതം പൊഴിച്ചുകൊണ്ടിരുന്നിരുന്നു. സംഗീതം പൊഴിച്ചത് വലിയ അത്ഭുതമായിട്ടുള്ള സംഗതിയാണല്ലോ. അപ്പോൾ ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള കൊണ്ടമ്മ രാജുവിന് ഇതെന്തോ ഒരു അത്ഭുതമാണ്, അറിയണം എന്ന രീതിയിൽ ബുക്കപ്പട്ടണത്തിൽ പോയിട്ട് ജ്യോത്സ്യനെ കാണിക്കുക. അപ്പോൾ ജ്യോത്സ്യൻ രാശി വെച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ, പ്രസവിക്കാനായിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വളരെ ദിവ്യമായ ഒരു പ്രസവമാണ് നടക്കാൻ പോണത്, കുട്ടിയാണ് ജനിക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് ആഹ്ലാദിച്ചിട്ട് ഗന്ധർവന്മാരൊക്കെ സംഗീതം പൊഴിച്ചതാണ് എന്ന് പറഞ്ഞു. കൊണ്ടമ്മ രാജുവിന് പണ്ട് വെങ്കാവധൂതൻ പറഞ്ഞ കാര്യത്തിന് മനസ്സിലൊന്ന് മിന്നി മറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയാലും അത് കാലം കൊണ്ട് മെല്ലെ മെല്ലെ മാറിപ്പോവും. പിന്നെ മറ്റൊരു അത്ഭുതം വരുമ്പോഴാണ് അത് രണ്ടാമതും ഓർമ്മ വരിക. മനുഷ്യന്മാരുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെ അന്ന് 1926 നവംബർ 23 തിങ്കളാഴ്ച, തൃതീയ, കാർത്തിക മാസം, അക്ഷയവർഷം, തിരുവാതിര നക്ഷത്രം, അന്നാണ് അവതാരം ഉണ്ടായത്. പുലർച്ചെ 4 മണിക്ക് ലക്ഷ്മമ്മ അടുത്ത വീട്ടിൽ സത്യനാരായണ പൂജ നടക്കുക. ആ സത്യനാരായണ പൂജ, അവരെല്ലാ പൂജകൾക്കും പോകുന്ന ഒരു, നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രോക്തമായിട്ടുള്ള എല്ലാ വ്രതങ്ങളും ഒക്കെ ഉപവാസങ്ങളൊക്കെ എടുക്കുന്ന ഒരു മഹിളാരത്നമാണ്. അവർ അവിടെ ഈ പൂജയ്ക്ക് പോയി. പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ഇതാ പ്രസവിക്കാനായിരിക്കണു, ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മ വേഗം വരണം എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അവർ വിളിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ആയിട്ടില്ല, പൂജയ്ക്ക് ഇരിക്കുകയാണ്, ഈ പൂജ കഴിയട്ടെ, അതുവരെ ഒന്നും വരില്ല, പൂജ കഴിഞ്ഞിട്ട് ഞാൻ പ്രസാദമായിട്ട് വരാം എന്ന് പറഞ്ഞു. പക്ഷെ പോയവർക്കൊക്കെ വിഷമായി, ഇവർ വരുന്നുമില്ല. ഇവർ നിർബന്ധമായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല പറഞ്ഞു. അവരുടേത് അവർക്കറിയാം, അവർക്ക് ഭഗവാനോട് അവർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അതിനിടയിൽ അവർ തിരിച്ചു വരുന്ന സമയത്താണ്, തിരിച്ചു വരുമ്പോഴാണ് പ്രസവത്തിന് ആയിട്ടുള്ളൂ. അവർക്ക് പ്രസാദം കൊടുത്തു. പ്രസാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആണ് ഈ അവതാരം ഉണ്ടായത്. പൂജ കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കണം എന്ന് അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ നടന്നു. പ്രസാദം വാങ്ങിയ ശേഷമാണ് ഈശ്വരാംബ പ്രസവിച്ചത്. അപ്പോൾ സമയം 5:06 കൃത്യമായിട്ടുള്ള സമയം. സുഖകരമായിട്ടുള്ള ഒരു ശീതളമായ കാറ്റടിച്ചിരുന്നു അത്രേ, സുഗന്ധം പേറിക്കൊണ്ടായിരുന്നു അത്രേ ആ കാറ്റ് അടിച്ചു പോയത്. ഉച്ചത്തിൽ അമ്പലത്തിൽ സ്തംഭത്തിൽ ആ മണി വളരെ ഉച്ചത്തിൽ മുഴങ്ങി, ഓങ്കാരം മാതിരി. വീട്ടിലെ സംഗീത ഉപകരണങ്ങളൊക്കെ അപ്പോൾ പിന്നെയും താനെ സംഗീതം പൊഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാര സമയത്തും ഭഗവാൻ ക്രിസ്തുവിൻ്റെ അവതാര സമയത്തും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ്റെ അവതാര സമയത്ത് ഇതേമാതിരി തന്നെ സുഗന്ധം പേറിക്കൊണ്ടുള്ള ഒരു കാറ്റാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് അണഞ്ഞു കിടക്കുന്ന യാഗകുണ്ഡങ്ങളൊക്കെ താനെ അതിൽ അഗ്നി കത്തിയത്രേ. ഗന്ധർവന്മാരും ഒക്കെ പാടാൻ തുടങ്ങി, വിദ്യാധരണികൾ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി, ദേവന്മാർ സ്തുതികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ഭഗവാന്റെ ജനനം. അപ്പോൾ അതുവരെ കാണാത്ത ചില നക്ഷത്ര സമൂഹങ്ങളൊക്കെ, അത് ക്രിസ്തുവിൻ്റെ സമയത്തും അതുവരെ കാണാത്ത നക്ഷത്രങ്ങളെയൊക്കെ ആകാശത്ത് കണ്ടു. അത് കണ്ടുകൊണ്ടാണല്ലോ ഇടയന്മാർ വന്നിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെയൊക്കെ മാതിരി തന്നെ അവതാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അവതാരങ്ങളുടെയൊക്കെ അവസാനത്തിൽ അവരുടെ ദേഹം വെടിയുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ടൊന്ന് അവരൊക്കെ കാണിക്കും. നമുക്കറിയാം, ഭഗവാന്റെ ദേഹം വെടിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതുവരെ കാണിക്കാത്തതായിട്ടുള്ളൊരു കാര്യം ഭഗവാൻ കാണിച്ചു. ഭഗവാൻ ഇങ്ങോട്ട് എല്ലാവരെയും തൊഴുതു. എന്താ അതിനർത്ഥം? അപ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല.
ഇത് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ആത്മസ്വരൂപം, ആ ആത്മസ്വരൂപമാണ് ഞാനെന്ന രീതിയിൽ തന്നെ അവതാരത്തിലെ മുഴുവൻ സമയം ഈശ്വരീയമായ ഭാവത്തിൽ നിന്നിരുന്ന ഭഗവാൻ ഈ ലൗകികാവസ്ഥയിൽ, ഭൗതികമായ അവസ്ഥയിൽ മാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതായിട്ടുള്ള ആ ശരീരം, ആ ശരീരത്തിൽ നിന്ന് ഞാൻ ഇതാ വിമുക്തമാവുന്നു എന്നത് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മാനസികമായ ഒരു സ്ഥിതിയിലാണ് ആ തൊഴിൽ തൊഴുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ ഇങ്ങോട്ട് തൊഴേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആ ദേഹഭാവത്തിൽ തന്നെ ഇത്രകാലം നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഞാൻ, ദൈവീകമായ നിലയിൽ നിന്ന് ഞാൻ, എൻ്റെ ഈ ദേഹമാകുന്ന നശിച്ചു പോകുന്ന, ഒരിക്കലും നിത്യമല്ലാത്ത, മാറിമറിയുന്നതായിട്ടുള്ള ഈ ശരീരത്തിനെ ഞാനിതാ വിടുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അവസാനത്തെ, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ഒരു കാഷ്വലായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭഗവാൻ ചെയ്തിട്ടുള്ള ആ അവസാനത്തെ കൂപ്പുകൈ. നമ്മളെയൊക്കെ നോക്കിയിട്ട് എന്നുള്ള സംശയമൊന്നുമില്ല.